നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കും സർവവശങ്ങൾക്കുമായി സുദർശന യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം, ധനവരവിനായി ധനലക്ഷ്മി യന്ത്രം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ടായാൽ അത് മാറുന്നതിനായി സ്വയംവര യന്ത്രം, രാഹുകേതു തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് അല്ലെങ്കിൽ രാഹുകേതു ദോഷങ്ങൾ മാറുന്നതിനായിട്ട് രാഹുകേതു യന്ത്രം, നവഗ്രഹങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം തുടങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ ജീവിതവും സംരക്ഷിക്കുന്നതിനായിട്ടുള്ളതുമായ യന്ത്രങ്ങൾ കൃത്യമായും തയ്യാർ ചെയ്ത് നൽകുകയും ചെയ്യുന്നു. യന്ത്രം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ജൂലൈ ആദ്യ ആഴ്ച മിഥുനം രാശിയിൽ സൂര്യനും ബുധനും ഒന്നിക്കുന്നതോടെ അതിശക്തമായ ബുധാദിത്യ യോഗം രൂപപ്പെടുന്നു. മുടങ്ങിക്കിടക്കുന്ന ഔദ്യോഗിക രേഖകൾ ശരിയാക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. യുക്തികൾക്കും വേഗതയ്ക്കും പ്രാധാന്യമുള്ള മിഥുനം രാശിയിൽ ഈ മാറ്റം നടക്കുന്നതുകൊണ്ട് ഇൻ്റർവ്യൂകൾക്കും ഡിജിറ്റൽ ഇടപാടുകൾക്കും ഏറെ ഗുണമുണ്ടാകും. അതുപോലെ തന്നെ ജോലിസ്ഥലങ്ങളിലെ സങ്കീർണമായ ഭരണപരമായ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ ഈ യോഗം കൊണ്ട് സാധിക്കും. ബുദ്ധിയും അധികാരവും ഒത്തുചേരുന്ന അവസരമാണ് ബുധാദിത്യ യോഗം എന്ന് പറയുന്നത്. ബുധൻ സൂര്യൻ്റെ ഹൃദയഭാഗത്തെത്തുന്ന അപൂർവ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ബുധൻ്റെ മൗഢ്യം മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങളെ മറികടക്കാൻ ഈ സമയത്തിന് സാധിക്കും എന്നുള്ളതാണ്. ബുധാദിത്യ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യം സിദ്ധിക്കുന്ന 7 രാശിക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത് മിഥുനം രാശിയാണ്. മകയിരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും വലിയ നേട്ടങ്ങൾ വന്നു ചേരും ഇവർക്ക്. കരാറുകളിൽ ഒപ്പിടാനോ പുതിയ ടെക്നോളജി സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ ബുധാദിത്യ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് സാധിക്കും. പഴയകാല തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. മിഥുനം രാശിയുടെ വേഗതയിലുള്ള സ്വഭാവം കാരണം ചെറിയ ചെറിയ പിഴവുകൾ സംഭവിക്കാതെ നോക്കണം. അടുത്തത് കന്നി രാശിയാണ്. ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നി രാശി. കന്നി രാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗത്തിലൂടെ അപ്രതീക്ഷിത തടസ്സങ്ങളൊക്കെ ഒഴിവാകും. യാത്രകളും ഇൻ്റർവ്യൂകളും ഫലപ്രദമാകും. കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതിലൂടെ ജീവിത വിജയം സാധ്യമാകും. നിയമപരമായ തടസ്സങ്ങളൊക്കെ ഒഴിവാകും. മാനസിക സന്തോഷങ്ങൾക്ക് വലിയ അവസരങ്ങൾ വന്നു ചേരും. ബുധാദിത്യ രാജയോഗത്തിലൂടെ കന്നി രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് ഭാഗ്യതരമായ ധാരാളം അനുഭവങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി. ബുദ്ധിപരമായ നീക്കങ്ങൾ പലതുകൊണ്ടും വിജയകരമാകും. അധികാര പദവികൾ, നേതൃത്വ പദവികൾ എന്നിവ ഇവരിലേക്ക് വന്നു ചേരും. കരിയറിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വിജയങ്ങൾ ഉറപ്പിക്കുവാൻ കഴിയും. ഭാഗ്യക്കുറി പോലെയുള്ള ഭാഗ്യ അവസരങ്ങൾ ഇവരെ പൂർണ്ണമായും അനുഗ്രഹിക്കും. ബുധാദിത്യ രാജയോഗത്തിലൂടെ തുലാം രാശിക്കാരിൽ വിചാരിച്ചിരിക്കാത്ത പല ഭാഗ്യങ്ങളും മുഹൂർത്തമടിസ്ഥാനത്തിൽ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ഭാഗ്യദായകമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ രാജയോഗം.
അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം പകുതി, ചതയം പൂരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി. ധനം ധാരാളം വന്നു ചേരാനുള്ള ഭാഗ്യം ബുധാദിത്യ യോഗത്തിലൂടെ കുംഭം രാശിക്കാരിൽ വന്നു ചേരുന്നു. കരിയറിൽ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ ഇവർക്ക് കഴിയും. ജോലിയിലുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടും. പല ഭാഗ്യ കരാറുകളും ഉറപ്പിക്കുവാനുള്ള അവസരം ഇവരിലേക്ക് വന്നു ചേരും. വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കീർത്തിക്കും പ്രശംസയ്ക്കും കാരണമാകുന്ന പ്രവൃത്തികൾ വന്നുചേരും. വിദ്യാർത്ഥികൾക്ക് വിജയകരമായ ധാരാളം നേട്ടങ്ങൾ കുംഭം രാശി നക്ഷത്ര ജാതർക്ക് ഉറപ്പിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ബുധാദിത്യ രാജയോഗം കുംഭം രാശി നക്ഷത്ര ജാതർക്ക് വിജയകരവും സന്തോഷകരവും അഭിവൃദ്ധികരവുമായിരിക്കുന്ന ധാരാളം ഭാഗ്യാനുഭവങ്ങൾ നൽകുക തന്നെ ചെയ്യും. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി ബുധാദിത്യ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യാപുത്രാദികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സൗഖ്യം, ധനം എന്നിവ വന്നുചേരും. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് കാർഷിക മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയപരമായ നേട്ടം, അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനം എന്നിവ ഇവരിൽ വന്നുചേരും. ആരോഗ്യകരമായ പുഷ്ടി, സുഖം എന്നിവ ചിങ്ങം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് പൂർണ്ണമായും ലഭിക്കുന്ന അവസരമാണ് വന്നുചേരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠന മേഖലയിൽ വലിയ വിജയം ഉറപ്പായും വന്നുചേരും. അതുപോലെ തന്നെ ധാരാളം ധനം വന്നുചേരാനുള്ള ഭാഗ്യവും ചിങ്ങം രാശിക്കാരിൽ കാണുന്നുണ്ട്. ബുധാദിത്യ യോഗത്തിലൂടെ പൂർണ്ണമായ ഭാഗ്യത്തിന് യോഗമാണ് ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുന്നത്. തീർച്ചയായും മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിജയകരമായ തരത്തിലെത്തിക്കുവാൻ ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക് കഴിയും. അടുത്തത് മേടം രാശിയാണ്. അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശി ബുധാദിത്യ യോഗം കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലുമൊക്കെ നേട്ടങ്ങൾ നൽകും. യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യത പൂർണ്ണമായും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വലിയ വിജയം, കീർത്തി എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിലൊക്കെ വലിയ വിജയം തീർച്ചയായും വിദ്യാർത്ഥികളിൽ വന്നു ചേരും. ഈശ്വരാധീനം വളരെ നല്ല രീതിയിൽ തന്നെ മേടം രാശിക്കാരായ നക്ഷത്ര ജാതരിൽ നിറയുന്നുണ്ട്. വിചാരിക്കുന്ന കാര്യങ്ങൾ നിമിഷം പ്രതി സാധ്യമാവുകയും പ്രയാസം എന്നു കരുതുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുവാനും ബുധാദിത്യ രാജയോഗത്തിലൂടെ മേടം രാശി നക്ഷത്ര ജാതർക്ക് സാധിക്കും എന്നുള്ളതാണ്. തൊഴിൽ തേടുന്ന യുവതി യുവാക്കൾക്ക് ബുധാദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിക്കുവാനും റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടുവാനുമൊക്കെയുള്ള ഭാഗ്യം തീർച്ചയായും കാണുന്നുണ്ട്. വിദേശ അവസരങ്ങൾ ആഗ്രഹിക്കുന്ന മേടം നക്ഷത്ര ജാതർക്ക്, മേടം രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ വന്നുചേരും. ബുധാദിത്യ രാജയോഗം മേടം രാശിക്കാരെ പൂർണ്ണമായും അനുഗ്രഹിക്കുന്ന സമയമാണ് ഇപ്പോൾ. തീർച്ചയായും ഈശ്വരാനുഗ്രഹത്തിനായി ക്ഷേത്രസന്നിധിയിലൊക്കെ പോവുക, പൂജാതി കർമ്മങ്ങളിലും മറ്റും പങ്കെടുക്കുക. അടുത്തത് ധനു രാശിയാണ്. മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി ബുധാദിത്യ യോഗത്താൽ ധനം അനുനിമിഷം ഈ രാശിക്കാരുടെ കൈകളിൽ വന്നു ചേരും. എന്നുവെച്ചാൽ ഓരോ നിമിഷവും ധനത്തിൻ്റേതായിരിക്കുന്ന ആകർഷണീയത തന്നെ ധനുരാശി നക്ഷത്ര ജാതർക്കുണ്ട് എന്നുള്ളതാണ്. രാജകീയമായ ജീവിതം, നാനാപ്രകാരത്തിലുള്ള സമ്പാദ്യങ്ങൾ എന്നിവയ്ക്കുള്ള ഭാഗ്യം, ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക, പുതിയ പദവികൾ ലഭിക്കുക തുടങ്ങിയവയെല്ലാം ധനുരാശി നക്ഷത്ര ജാതർക്ക് ബുധാദിത്യ യോഗത്തിലൂടെ വന്നു ചേരുന്ന ഭാഗ്യങ്ങളാണ്. കച്ചവടത്തിൽ നിന്നും നേട്ടം ലഭിക്കുക, വിദ്യാഭ്യാസ കാര്യത്തിൽ ധനുരാശി നക്ഷത്ര ജാതരായ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും ഉയർച്ചയുണ്ടാവുക, മത്സര പരീക്ഷകൾ, സ്കോളർഷിപ്പ് പരീക്ഷകൾ തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ വലിയ മാർക്കോടുകൂടി കീർത്തിയോടുകൂടി സ്ഥാനമാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ അവസരങ്ങൾ വന്നു ചേരും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അതിനുള്ള ഭാഗ്യം വന്നുചേരും. വിദേശത്ത് എത്തിയിട്ടും തൊഴിൽ ലഭിക്കാതെ നിൽക്കുന്ന
ധനുരാശി നക്ഷത്ര ജാതർക്ക് ജൂലൈ 8 ശേഷം വരുന്ന ദിവസങ്ങൾ ജോലി ലഭിക്കുന്നതിനും സന്തോഷം നിറയുന്നതിനും കാരണമാകുമെന്നുള്ളതാണ്. ബുധാദിത്യ രാജയോഗത്താൽ പൂർണ്ണമായ ഭാഗ്യമാണ് ധനുരാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നത്. ശ്രീകൃഷ്ണ ഭജനം വഴിപാടുകൾ. ശ്രീകൃഷ്ണ ഭജനം എന്ന് പറയപ്പെടുമ്പോൾ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിച്ചുള്ള പ്രാർത്ഥന, തൃക്കൈ വെണ്ണ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, കദളിപ്പഴം സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, പാൽപ്പായസ വഴിപാടുകൾ തുടങ്ങിയവയൊക്കെ ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഫലം ഇരട്ടിയാക്കുന്നതിന് സഹായിക്കും. ചെറുപയർ ദാനം ചെയ്യുക, സൂര്യ ഗായത്രി ജപിക്കുക, സൂര്യ മന്ത്രങ്ങൾ അതിരാവിലെ തന്നെ ജപിക്കുവാനുള്ള ശ്രമം നടത്തുക തുടങ്ങിയവയൊക്കെ തന്നെ ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഫലം പൂർണ്ണമായി വന്നു ചേരുന്നതിന് വഴി തുറക്കുക തന്നെ ചെയ്യും. പച്ചയോ ഓറഞ്ച് നിറത്തിലുള്ളതോ ആയ വസ്ത്രങ്ങൾ പ്രധാന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് മാനസിക വ്യക്തത നൽകാൻ ഉപയോഗിക്കും. ഇൻ്റർവ്യൂകൾക്ക് പങ്കെടുക്കുക, ജോലിക്ക് എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഈ നിറത്തിലുള്ള, അതായത് പച്ചയോ ഓറഞ്ചോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോയാൽ കാര്യസാധ്യതയ്ക്ക് പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാകുമെന്ന് സാരം. തീർച്ചയായിട്ടും ബുധാദിത്യ രാജയോഗത്തിലൂടെ ഈ 7 രാശിക്കാർക്കും അവരുടെ നക്ഷത്ര ജാതർക്കും പൂർണ്ണമായ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി തന്നെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുകയും വഴിപാട് കർമ്മങ്ങൾ നടത്തുകയും ക്ഷേത്ര ആരാധനകൾ നടത്തുകയും നാമജപങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുക. അതിലൂടെ ഭാഗ്യദായകമായ ധന്യനിമിഷങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.